അത്യാവശ്യം അഴുക്കും ചെളിയും സ്റ്റെയിനൊക്കെ ഉള്ള ഒരു ടാങ്കിനെ ഡീപ്പ് ക്ലീൻ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഏതൊരു എക്സ്റ്റെൻറ്റ് വരെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതൊരു സ്പെസിഫിക് പോയിന്റിലാണ് ഇനിയിപ്പോൾ അഴുക്കൊന്നും ഇളകാനില്ല, ബാക്കി സ്റ്റെയിൻ ആണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ടാങ്കിനകത്ത് വെച്ച് കാണിച്ചു തരാം. ടാങ്കിനകത്തോട്ട് കണ്ടാ നമുക്ക് നല്ല വെള്ള പതയാണ് വരുന്നത്. കണ്ടാ തൂവെള്ള നിറത്തിലുള്ള പതയാണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അഴുക്കൊന്നും ഇളകാനില്ല, ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഈ കാണുന്ന മാർക്കിങ്സ് എല്ലാം തന്നെ സ്റ്റെയിനിങ് ആണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടേക്കുവാണ്, ബ്രഷ് ചെയ്തിട്ടേക്കുവാണ്. നല്ല കാപ്പിപ്പൊടി കളറുള്ള പതയാണ് വരുന്നത്. ഈ ഒരു പതയൊക്കെ മാറിയിട്ട് നമ്മൾ ഫുള്ള് 2 റൗണ്ട് കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ ഏരിയ ചെയ്തപ്പോൾ പോലത്തുള്ള വെള്ളപ്പത വരും. ഈ ഒരു വെള്ളപ്പത വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മിനറൽ ഡെപ്പോസിഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് കവറാക്കി പുറത്തിറങ്ങുക. സ്റ്റീൽ സ്ക്രബ്ബർ, ആസിഡ്, കെമിക്കൽസ്, ഷാർപ്പ് ഒബ്ജക്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഇളക്കാൻ പറ്റിയേക്കും. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ടാങ്കിനകത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയറിനെ കൂടെ ആയിരിക്കും നൈസായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ആ വെള്ളത്തിൽ മുഴുവനും മൈക്രോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും, ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേലൊക്കെ പോകും.